ലക്ഷദ്വീപിലെ ചില നാടുകളിൽ മാത്രം പണ്ടുമുതലേ കണ്ടുവരുന്ന ഒരു വ്യത്യസ്ത തരം മീൻപിടുത്തമാണ് ഇന്നത്തെ കാഴ്ചകൾ. ഈ മീൻപിടുത്തത്തിന്റെ പേരാണ് ബലപടൽ. രണ്ട് ചെറിയ ബോട്ടുകളിലായിട്ടാണ് ഈ മീൻപിടുത്തത്തിന് വേണ്ടി പോകുന്നത്. ബലപടലിന് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 20 മുതൽ 30 പണിക്കാരെങ്കിലും ആവശ്യമാണ്. ഇന്നത്തെ മീൻപിടുത്തത്തിന് വളരെയേറെ പ്രത്യേകത ഉണ്ട്. നാടിൻ്റെ ഒരു പ്രധാന ആവശ്യത്തിന് വേണ്ടി പൈസ ആവശ്യം വന്നപ്പോൾ ഡിത്തറയിലെ ഒരു കൂട്ടം ആളുകൾ ചേർന്നുകൊണ്ട് 1 രൂപ പോലും കൂലി വാങ്ങാതെയാണ് ഇന്നിവരെല്ലാവരും മീൻ പിടിക്കാൻ പോകുന്നത്. ഈ ഓലവല ഇല്ലാതെ ബലപടൽ മീൻപിടുത്തത്തിന് സാധ്യമല്ല. ഇതുകൂടാതെ മറ്റൊരു വലയും കൂടി ആവശ്യമാണ്. അതിൻ്റെ പേരാണ് കണ്ടാളി. ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഓലവല. തെങ്ങിൻ്റെ ഓല കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. എല്ലാവരും ചേർന്ന് 2 ബോട്ടുകളുമായി ആവശ്യമായ വലകൾ കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഇവിടെ നിന്നും 2 ബോട്ടുകളിലുമായി വലയിടുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മളുള്ള സ്ഥലത്ത് നിന്നും കുറേ ദൂരം ചെന്നിട്ടാണ് വലയിടുന്നത്. നമ്മളീ പോകുന്ന വഴിയിൽ കാണുന്നത് നമ്മൾ ബത്തേരിയിലേക്ക് ചരക്കുമായി എത്തിയ മഞ്ജുവാണ്. വലയിടൽ മീൻപിടുത്തത്തിന് പോകുമ്പോൾ പ്രായമുള്ള ആളുകൾ കൂടി നിർബന്ധമാണ്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് മീൻ ലഭിക്കുന്ന സ്ഥലം കണ്ടെത്തി വലയിറക്കുക. കുറച്ചധികം സമയങ്ങൾക്ക് ശേഷം വലയിടുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. രണ്ട് ബോട്ടുകളിൽ നിന്നും ഓരോ ആൾക്കാർ വീതം വലയുടെ 2 അറ്റവും ചേർത്ത് പിടിച്ച് കടലിലേക്ക് ചാടും. എന്നിട്ട് രണ്ടും കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒറ്റ വലയാക്കി ഇടുകയാണ് ചെയ്യുക. ഓരോ ബോട്ടും ഓരോ ദിശയിലേക്കാണ് പോവുക. പോയിട്ട് സി ആകൃതിയിലാണ് വല ഇട്ട് വരുന്നത്. ഓലവല ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. ഏകദേശം 3 മീറ്ററോളം ഇടവിട്ട് ഓരോരുത്തരായി കടലിൽ ചാടി വലയ്ക്കൊപ്പം നിൽക്കുകയാണ് ചെയ്യുക. പണ്ട് കാലങ്ങളിൽ തേഞ്ഞുകൊണ്ടാണ് വലയിട്ടിരുന്നത്. ഇപ്പോഴാണ് എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ടുകളിൽ വലയിടുന്നത്. തുടർച്ചയായി ഇങ്ങനെ വലയിറക്കിക്കൊണ്ടേയിരിക്കും. ഗ്യാപ്പുകൾക്കനുസരിച്ച് ഇടയ്ക്കിടെ ഓരോരുത്തരായി കടലിലേക്ക് ചാടി ഇറങ്ങിക്കൊണ്ടേയിരിക്കും. വലയുടെ ഇങ്ങേ അറ്റം മുതൽ മറ്റേ അറ്റം വരെയും നമുക്കിവിടെ ആളുകളെ കാണാവുന്നതാണ്. ഇതിനിടെ ഇവിടെ ഒരാൾ കടലിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയാണ്. ഉദ്ദേശിച്ച പോലെ അണ്ടർ വാട്ടർ സീനുകളൊക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളെ കഴിയുന്ന ചെറിയ സീനുകൾ മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വലയിടുന്നത് ലഗൂണിൻ്റെ അകത്താണ്. അപ്പം അതിൻ്റെ പുറം ഭാഗത്തുള്ള ആയക്കടലിലെ തിരമാലകളുടെ ഒരു അതിർത്തി കാണാം. അതാണ് കാണുന്നത്. ഓലവല വിട്ട് അവസാനിക്കുന്നതോടുകൂടി തന്നെ ഓലവല തിരിച്ച് ബോട്ടിലേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും. ഇത് കണ്ടിന്യൂ ആയിട്ട് വലിച്ചുകൊണ്ടിരിക്കണം. ഇതിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തതാണ്.
ഇങ്ങനെ ആൾ മാറി മാറി വലിച്ചുകൊണ്ടിരിക്കും. മറ്റു ചിലർ ഈ വലയുമായി കടലിലിറങ്ങി സി ആകൃതിയിൽ വല വിരിക്കാൻ ആരംഭിക്കും. ഈ വലയിലേക്കാണ് മീനിനെ കയറ്റുന്നത്. ഇതാണ് കണ്ടാളി വല. ആള് മാറി മാറിയായിരിക്കും വലിക്കുന്നത്, ഒരാൾ തന്നെ ആയിരിക്കില്ല. ഈ കുറച്ച് രണ്ടാൾ ചേർന്ന് വലിക്കേണ്ട ഒരു പണിയാണ്. ആദ്യം നല്ല കനമുണ്ടാവും. അപ്പോൾ അവിടെ കടലിലുള്ള ആൾക്കാർ വലേനെ മുമ്പോട്ട് എടുത്തെടുത്ത് തള്ളിക്കൊണ്ട് കൊടുക്കും. അയവ് കിട്ടുന്നതിലാണ് നമ്മളിവിടെ നിന്ന് ബോട്ടിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. വലയിടാൻ ആരംഭിക്കുന്ന സ്ഥലം ആയം കൂടുതലുള്ള സ്ഥലമായിരിക്കും. വലയിട്ട് അവസാനിക്കുമ്പോഴേക്കും ആയം കുറഞ്ഞ സ്ഥലം നമ്മൾ എത്തിയിട്ടുണ്ടാവും. അവിടെ നിന്നുകൊണ്ടാണ് വല വലിച്ച് കയറ്റുക. ഇതേ സമയത്ത് തന്നെ കണ്ടാളി വല വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം സമയം വേണ്ടിവരും ഈ പണിക്ക്. അതിനിടയിൽ നമ്മളെ നാട് കാണാം. അവിടുന്ന് എത്രയോ ദൂരത്താണ് നമ്മൾ വല ഇടുന്നത്. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ തുരുത്താണ് ബിത്ര ദ്വീപ്. ദ്വീപ് ചെറുതാണെങ്കിലും ദ്വീപും പരിസരവും ലഗൂണും വളരെ മനോഹരമാണ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ലഗൂണുള്ള ദ്വീപ് കൂടിയാണ് ബിത്ര ദ്വീപ്. അങ്ങനെ നമ്മൾ മീനിനെ കൊണ്ടുവന്ന് വലയിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് മീനിനെ കൊണ്ടുവന്ന് വലയെത്തിക്കുക. അപ്പോൾ ഒരുപാട് മീൻ നമ്മൾ വലയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എല്ലാവരും ചേർന്ന് ബോട്ടിൽ കയറ്റുന്നതാണ്. അങ്ങനെ 2 ബോട്ടും ഇവിടെ കാണാം. ഇതിൽ ഒരു ബോട്ടിലാണ് മീനുകൾ വലിച്ച് കയറ്റുന്നത്. മീൻ കയറ്റാനുള്ള ബോട്ട് തൊട്ടടുത്തുണ്ട്. ഇതിലേക്കാണ് ഇനി മീനിനെ വലിച്ച് കയറ്റുന്നത്. വലിയ കയറിയ മീന് പല ഭാഗത്തായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ടാണ് ബോട്ടിലേക്ക് മീനിനെ കയറ്റുക. ഇങ്ങനെയാണ് ഓല കൊണ്ട് മീൻ പിടിക്കുന്നത്. വലയിൽ കെട്ടിയ മീനുകൾ എല്ലാവരും ചേർന്ന് ബോട്ടിൽ കയറ്റുകയാണ് അടുത്ത പരിപാടി. പല ദിവസങ്ങളാൽ നടത്തിയ ബലപ്പെടലിലെ കാഴ്ചകൾ ചേർത്താണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കരുത്. കാണുമ്പോൾ കുറച്ച് സമയത്തെ പണിയെന്ന് തോന്നുമെങ്കിലും ഒരു ദിവസം തന്നെ 5-6 മണിക്കൂർ കടൽ വെള്ളത്തിലിറങ്ങി പണിവിട്ടാണ് ഈ മീൻപിടുത്തം. ഇന്നത്തെ മീൻപിടുത്തം അവസാനിച്ചു. കിട്ടിയ മീനുകളും കയറ്റി തിരികെ പോവുകയാണ്. ഇതുപോലെയുള്ള വെറൈറ്റി ഭക്ഷണമാണ് ബോട്ടിൽ ലഭിക്കുക. കടലിലിറങ്ങി കയറുമ്പോൾ വളരെയേറെ വിശപ്പും ദാഹവും ഉണ്ടാവും. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരേ സമയത്താണ് ഭക്ഷണം കഴിക്കുക. ഈ സീസണിൽ മീനെടുക്കാൻ വേണ്ടി ഒരുപാട് ബോട്ടുകൾ ബിത്രയിലെത്തുന്നുണ്ട്. ഇന്ന് വലയിൽ കിട്ടിയ മീനുകൾ ഈ ബോട്ടിനാണ് കൊടുക്കുന്നത്. ബോട്ടിലെ പണിക്കാർ നമ്മെ കാത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവരാണ് ഈ ബോട്ടിലെ പണിക്കാർ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് കൊടുക്കാനുള്ള മീനുകൾ ഓരോന്നും വേർതിരിച്ച് കുട്ടികളാക്കി ചെയ്യുകയാണ്.
ശരിക്കും ഈ പണിയൊക്കെ ചെയ്യേണ്ടത് ബോട്ടുകാർ തന്നെ, വലിയ ഈ പ്രൊഡക്ഷൻ ബോട്ട് തന്നെയാണ്, മീൻ എടുക്കുന്ന ബോട്ട് തന്നെയാണ് ഈ പണി ചെയ്യേണ്ടത്. എന്നാലും ഒരുപാട് ഇങ്ങനെയുള്ളത് കൊണ്ട്, അതുപോലെ നമ്മൾ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് അവർക്കൊരു സഹായം എന്ന നിലയ്ക്ക് ചെയ്തു കൊടുക്കുകയാണ്. മീൻ നിറച്ച ബോക്സുകൾ ഹുക്കിൽ കൊളുത്തി കൊടുക്കുകയും വലിയ ബോട്ടിലുള്ളവർ വലിച്ചു കയറ്റുകയും ചെയ്യും. എന്നിട്ട് തൊട്ടടുത്തുള്ള ത്രാസിൽ കൊണ്ടുപോയി മീനുകളുടെ തൂക്കം എടുത്ത ശേഷം ബോട്ടിൻ്റെ അടിത്തട്ടിലുള്ള ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക. ഈ മീനുകൾ വിറ്റ് കിട്ടിയ മുഴുവൻ പൈസയും നാടിൻ്റെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുക. നമ്മൾ കൊടുത്ത മീനുകൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. നമ്മുടെ പിറകെ മറ്റു ബോട്ടുകളും ഇവർക്ക് മീൻ കൊടുക്കാൻ വേണ്ടി കാത്തു നിൽപ്പുണ്ട്. അവരുടെ മീനുകളും ചേർത്തായിരിക്കും മുഴുവനായും ഫ്രീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.